സ്റ്റോപ്പ്. ഹെയർ ഫോൾ തടയാൻ നിങ്ങൾ എക്സ്പെൻസീവ് ഹെയർ സിറം, എക്സ്പെൻസീവ് ഓയിൽ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഷാമ്പു മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ആക്ച്വലി നോ. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഇൻസൈഡ്. നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് കുറഞ്ഞാലും അതുപോലെ തന്നെ മെറ്റബോളിസം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഹെയർ ഫോളിന് കാരണമാകും. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. അതെ, ഇത് ഇൻസൈഡ് നിന്ന് വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള 5 മോർണിംഗ് ഡ്രിങ്ക്സ് പരിചയപ്പെടാം. ഇത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരുപോലെ തന്നെ നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന 5 ഡ്രിങ്ക്സ് ആണ്. ഈ ഡ്രിങ്ക്സ് നമ്മളെ ഹെയർ സ്ട്രോങ് ആക്കാനും ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ഫോൾ തടയാനും വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആണ്. എനിക്ക് ഇത് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഹാബിറ്റ് കീപ്പ് ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന 5 ഡ്രിങ്കുകളിൽ നിങ്ങൾക്ക് ഏതിന്റെ ടേസ്റ്റ് ആണോ പേഴ്സണലി ഇഷ്ടമുള്ളത് ആ ഡ്രിങ്ക് നിങ്ങൾ മോർണിംഗ് റുട്ടീൻ ആയിട്ട് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് കുടിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന 5 ഡ്രിങ്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡ്രിങ്ക്സ് ഏതാ നോക്കാം. ഫസ്റ്റ് വൺ, ചിയ സീഡ് ആൻഡ് ലെമൺ വാട്ടർ. ചിയ സീഡ് നൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. മോർണിംഗ് ആവുന്ന സമയത്ത് അതിലേക്ക് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ കുടിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിയ സീഡിൽ ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 നമ്മളെ ഹെയർ സ്ട്രെങ്തനിങ് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ലെമൺ നമ്മളുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. ആംല ആൻഡ് അലോവേര ജ്യൂസ്. നമ്മളെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. ആംലയും അലോവേരയും വൈറ്റമിൻ സി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ചവർപ്പായിരിക്കും, പക്ഷേ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വൈറ്റമിൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, മോർണിംഗ് തന്നെ നിങ്ങൾ എടുക്കുന്നത്. സോ അത് നമ്മളെ സ്ട്രെങ്തനിങ്ങിനും ഹെയർ ഫോൾ കുറയ്ക്കാനും സ്കിൻ ഗ്ലോ ചെയ്യാൻ വരെ ഈ ജ്യൂസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. തേർഡ് വൺ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പൊ കഴിക്കുന്നുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് ആണ്. ABC ജ്യൂസ്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. രാവിലെ തന്നെ ABC ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഫിൽട്ടർ ആവാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ല കിക്ക് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ABC ജ്യൂസ് വളരെ നല്ലതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, ഇത് ഭയങ്കര ട്രഡീഷണലി ഉള്ള ഒരു ഡ്രിങ്ക് ആണ്. നിങ്ങൾക്ക് ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഹെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് സീക്രട്ട് ആണിത്. വേറൊന്നല്ല, ഉലുവ വെള്ളം അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് വാട്ടർ. ഉലുവ വെള്ളം മേക്കിംഗ് വളരെ സിമ്പിൾ ആണെങ്കിലും പക്ഷേ ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പൊ പറഞ്ഞതിൽ ഏറ്റവും പവർഫുൾ വേണമെങ്കിൽ ഉലുവ വെള്ളം എന്ന് പറയാം. അത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിസത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇതെല്ലാം മാറ്റാനുള്ള പവർ ഈ ഉലുവ വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തലേ ദിവസം രാത്രി ഉലുവ സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നിങ്ങൾ ഫസ്റ്റ് ഡ്രിങ്ക് ആയിട്ട് ഉലുവ വെള്ളം എടുക്കണം. അത് നമ്മുടെ സ്കാൽപ്പിനും അതുപോലെ തന്നെ മെറ്റബോളിസത്തിനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ദ ഫിഫ്ത് വൺ, ദ ടെർമറിക് ആൻഡ് ജിഞ്ചർ വാട്ടർ. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചതച്ച ഇഞ്ചിയും ഇട്ടിട്ട് കുറച്ചു നേരം വെച്ച് സെറ്റിൽ ആയതിനു ശേഷം നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കാം. ഇത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ആക്നെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, മുഖക്കുരു റെഗുലർ ആയിട്ട് വരുന്ന ആൾക്കാരാണ് എങ്കിലും അവർക്ക് ഈ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഡ്രിങ്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇത് കുടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു മാജിക് സംഭവിക്കുന്ന രീതിക്കായിരിക്കും നമ്മൾ ടെർമറിക് ജിഞ്ചർ വാട്ടർ കുടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. സോ നിങ്ങൾ പറ, നിങ്ങൾ ഈ 5 ഡ്രിങ്കിൽ ഏത് ഡ്രിങ്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പോണേ? പേഴ്സണലി ഞാൻ കഴിക്കുന്നത് ഫെനുഗ്രീക്ക് വാട്ടർ ആണ്, അതായത് ഉലുവ വെള്ളം. ട്രഡീഷണലി എന്ന് ഞാൻ പറഞ്ഞത് തന്നെ പഴയ കാലങ്ങളിൽ മുതൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതും കുടിച്ച് ശീലിച്ചിട്ടുള്ളതും അതായതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉലുവ വെള്ളമാണ്. ഞാൻ അതാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ ഈ 5 ഡ്രിങ്കിൽ ഏതാണ് ട്രൈ ചെയ്യാന്ന് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ 5 ഡ്രിങ്ക് അല്ലാണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും മോർണിംഗ് റുട്ടീൻസ് ഡ്രിങ്കുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എനിക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ കമന്റ് ബിലോ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ഡ്രിങ്കുകളോ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡ്രിങ്കുകളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അതിന്റെ റെസിപ്പീസോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തതോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സജഷൻസ് ആവശ്യമുള്ളതോ ആണ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എനിക്ക് DM ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ DM ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഹെയർ ബേസ് ചെയ്തിട്ടോ അതല്ലാണ്ട് സ്കിന്ന് ബേസ് ചെയ്തിട്ടോ ഒരു ഡെയിലി ഹാബിറ്റ് റുട്ടീൻ കീപ്പ് ചെയ്യണം എന്നുള്ള ആൾക്കാരാണ് എങ്കിൽ നമ്മൾ ഒരുപാട് ഹെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കറ്റിലേക്കുള്ള വീഡിയോസ് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ റിലേറ്റഡ് ടോപ്പിക്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. അവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.